ഹായ് എവരിവൺ. നമ്മൾ ചിന്തിക്കുന്നത് ജെനസിസ് ചാപ്റ്റർ 46 ആണ്. ഉൽപ്പത്തി 46-ാം അധ്യായം. അവിടെ യോസേഫും യാക്കോബും തമ്മിൽ കണ്ടുമുട്ടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ യാക്കോബ് താൻ വളരെയധികം ആഗ്രഹിച്ച അല്ലെങ്കിൽ താൻ ഒട്ടും പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള ഒരു ന്യൂസാണ് താൻ അവിടെ എത്തുന്നത്. മറ്റൊന്നുമല്ല, താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച തൻ്റെ പുത്രനായ യോസേഫ് ജീവനോടുണ്ട് എന്ന് താൻ തിരിച്ചറിയുന്ന സമയം. തിരിച്ചറിഞ്ഞിട്ട് താൻ ഈജിപ്തിലേക്ക് പോയി തൻ്റെ മകനെ കാണുവാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ താൻ അവിടെ യാത്ര ചെയ്യുന്നു. അപ്പോൾ ആ എക്സൈറ്റ്മെൻറ്റ് താൻ യാത്ര ചെയ്യുമ്പോൾ ദൈവം അപ്പിയർ ചെയ്യുന്നു. താൻ ദൈവത്തിന് യാഗം കൊടുക്കുകയാണ് ചെയ്യുന്നത്. താൻ ആ യാത്ര അവിടെ സ്റ്റാർട്ട് ചെയ്തു. താൻ ഈജിപ്തിലോട്ട് പോകുന്ന വഴിക്ക് താൻ ദൈവത്തിന് താൻ കൊടുക്കേണ്ട യാഗം താൻ കൊടുക്കും, ദൈവത്തെ താൻ വർഷിപ്പ് ചെയ്യുന്നു. അതിനുശേഷം താൻ തൻ്റെ മകനെ കാണുവാനുള്ള യാത്രയിൽ താൻ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ താൻ ദൈവത്തിന് കൊടുക്കേണ്ടതായിട്ടുള്ള താങ്ക്സ് ദൈവത്തിന് കൊടുക്കേണ്ട താങ്ക്സ് താൻ അവിടെ ദൈവത്തിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ല, താൻ അവിടെ ചെന്ന് മകനെ കണ്ടതിന് ശേഷമല്ല താൻ ദൈവത്തിന് താങ്ക്സ് കൊടുത്തത്. പകരം താൻ ആ പോകുന്ന വഴിക്ക് താൻ ദൈവത്തിന് താങ്ക്സ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ താൻ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ദൈവം തനിക്കൊരു പ്രോമിസ് ദൈവം കൊടുക്കുന്നുണ്ട്. ഈജിപ്തിലൂടെ പോകാൻ ഭയപ്പെടേണ്ട, ഞാൻ എന്നെ വലിയൊരു ജാതിയാക്കി മാറ്റുമെന്നുള്ള വലിയൊരു പ്രോമിസ് അവിടെ ദൈവം അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം പേടിക്കണ്ടെന്ന് പറയുമ്പോൾ, അങ്ങനെ പ്രത്യേകിച്ചും എടുത്തു പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, യാക്കോബായിട്ട് പോകുമ്പോൾ തൻ്റെ ഉള്ളിൽ ആ ഒരു പേടിയുണ്ട് ഈജിപ്തിലേക്ക് പോകുമ്പോൾ. അത് മറ്റൊന്നും കൊണ്ടല്ല, തൻ്റെ അപ്പൻ്റെയും കാര്യം നോക്കുമ്പോൾ അവരോട് ദൈവം പറഞ്ഞത് അവിടേക്ക് പോകരുതെന്നുള്ള രീതിയാണ്. കാരണം അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് അങ്ങോട്ട് പോകരുത്. കാരണം അവിടെ ആ ബുദ്ധിമുട്ട് വന്നപ്പോൾ താൻ ആ യാത്രയിൽ തനിക്ക് ബുദ്ധിമുട്ടോ താൻ അവിടെയായിട്ട് ചെല്ലുന്നു. അപ്പോൾ അവിടെ വെച്ച് തനിക്ക് തൻ്റെ ഭാര്യയുടെ കാര്യം, താൻ ഭാര്യ പെങ്ങളാണെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ അവിടെ തനിക്ക് പല പ്രശ്നങ്ങളുണ്ടായി. അതുപോലെ തന്നെ ഇസഹാക്കും ഈജിപ്തിലേക്ക് യാത്ര ചെയ്തപ്പോൾ ദൈവം സ്റ്റോപ്പ് ചെയ്തു. ആ യാത്ര സ്റ്റോപ്പ് ചെയ്തിട്ട് പറഞ്ഞു അവിടെ പോകരുതെന്നുള്ളൊരു കാര്യം അവിടെ പറയുവാനായിട്ട് ഇടയായി. അപ്പോൾ അവരോടൊക്കെ എന്ന് വെച്ചാൽ യാക്കോബിൻ്റെ അപ്പൻ്റെ അപ്പനോടും അവിടേക്ക് പോകരുതെന്നുള്ളൊരു കാര്യമാണ് ദൈവം പറഞ്ഞു. പക്ഷെ ഇവിടേക്ക് എത്തുമ്പോൾ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയം കാണും. എങ്ങനെയായിരിക്കും? കാരണം തൻ്റെ അപ്പൻ്റെ അപ്പൻ ദൈവം പോകരുതെന്ന് പറഞ്ഞ സ്ഥലത്തിലേക്കാണ് താൻ പോകുന്നത്. അപ്പോൾ ആ ഒരു പേടിയുടെ ഒരു ആൻസറും കൊണ്ടും കൂടെയാണ് ദൈവം അവിടെ പറഞ്ഞത്, നീ അവിടെ പേടിക്കണ്ട, നീ അവിടെ ചെല്ലുക എന്നവിടെ ദൈവം കമാൻഡ്മെൻറ്റ് കൊടുക്കുന്നു. അങ്ങനെ ദൈവം പറഞ്ഞ കമാൻഡ്മെൻറ്റിൽ വിശ്വസിച്ച് താൻ മുന്നോട്ട് യാത്ര ചെയ്യുന്നു. പിന്നീട് അവിടെയുള്ള താൻ പോയ കണക്ക് അവിടെ പറഞ്ഞു. ഒരു 70 പേരോളം യോസേഫിനെയും എല്ലാവരും കൂടെ യാക്കോബിൻ്റെ മക്കളെയും അവരെല്ലാവരും കൂട്ടി ഒരു 70 പേരോളം അവരവിടെ അങ്ങനെ യാത്ര ചെയ്ത് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഈ 70 പേരാണ് അവിടെ ഈജിപ്തിൽ ചെന്നതിന് ശേഷം അവിടെ പെരുകി ഒരുപാട് പേരായി മാറും. ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരായിട്ട് മാറുവാനായിട്ട് ഇടയാക്കുന്നത് എന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ യോസേഫും യാക്കോബും ഒടുവിൽ കണ്ടുമുട്ടുമ്പോഴും അവർ തമ്മിൽ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലും ഒക്കെയാണ് അവിടെ നടക്കുന്നത്. കാരണം യാക്കോബ് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല യോസേഫിനെ കാണാൻ പറ്റുന്നു. പക്ഷേ ആ ഒരു കാര്യം നടന്നു എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അത് തനിക്ക് വളരെ സന്തോഷം ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഗോഷൻ എന്നുള്ള സ്ഥലത്തിലേക്ക് അവർ മാറി താമസിക്കുന്നതായിട്ടും അവിടെയായിരുന്നു ഫറവോനും അവർക്ക് അവിടെയായിരുന്നു ഒരുക്കി വെച്ചിരുന്ന സ്ഥലം. അത് തന്നെയാണ് ഇവർ ചോദിക്കുകയും ചെയ്തത്. യോസെഫിൻ്റെ ആഗ്രഹം അവിടെ പോയി താമസിക്കണമെന്നുള്ളത്. കാരണം അവർ ഷെപ്പേർഡ്സാണ്. കാരണം ഷീപ്പിനെ നോക്കുക എന്നുള്ളത് ഈജിപ്ഷ്യൻസിന് അല്ലെങ്കിൽ മിസ്രൈമ്യർക്ക് അവർക്കത് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഈ ഷീപ്പിനെയൊക്കെ അവിടെ ഷെപ്പേർഡ് പ്രൊഫഷണൽ അവർക്ക് അതിനോട് ആ രീതിയിലൊരു വെറുപ്പ് പോലെയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മാറി ആ ഒരു ഗോഷൻ എന്ന സ്ഥലത്തിലേക്ക് മാറി അവിടെ താമസിക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് നടക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ഒരു പ്രോമിസ് നമ്മൾ ചിന്തിക്കുമ്പോൾ
യോസേഫിന് അവിടെ നിന്ന് മാറിപ്പോകാനുള്ള കാരണം മറ്റൊന്നും കൊണ്ടല്ല. ദൈവത്തിന് വലിയൊരു പദ്ധതി യോസേഫിന് ജീവിച്ചിട്ടുണ്ടായിരുന്നു. അത് ഫുൾഫിൽ ചെയ്യാനായിട്ടായിരുന്നു തനിക്ക് ആ ഒരു പ്രയാസത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോയത്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ആ പ്രയാസത്തിൻ്റെ അവസ്ഥ അത് കുറച്ച് വർഷങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ അത് അവസാനിച്ചതിന് ശേഷം തനിക്കും തൻ്റെ കുടുംബമായിട്ട് തനിക്ക് സന്തോഷിക്കുവാനായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഒരുങ്ങുവാനായിട്ട്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസമുള്ള ഘട്ടങ്ങൾ അത് കുറച്ച് നേരത്തേക്ക് താൽക്കാലികമായിട്ടുള്ള, കാരണം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റേതുമായിട്ടുള്ള സമയമായിട്ട് നമുക്കത് കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ചിന്തകൾ നമ്മളെ സഹായിക്കട്ടെ. ദൈവം